അപ്പൊ ഹിന്ദുവിന്റെ ജീവിത ലക്ഷ്യം ബ്രഹ്മനിർവാണത്തിലേക്ക് എത്തലാണ് എന്ന് പറയുമ്പോൾ ഹിന്ദു ഒരിക്കലും ജാതിയും പറഞ്ഞിരിക്കാനല്ല, മനുഷ്യനെ ആരിലേക്ക് എത്തിക്കണം? ബ്രഹ്മത്തിലേക്ക് എത്തിക്കാൻ. അതിന് എല്ലാവരും യോഗ്യരാണ്. എന്നാൽ ചിലരെന്താ യോഗ്യരല്ലാത്തത്? കാരണം തമോ ഗുണം അധികരിച്ചിരിക്കണോ. അപ്പൊ തമോ ഗുണത്തെ എങ്ങനെയാ മാറ്റേണ്ടത്? പ്രദക്ഷിണം ചെയ്തോളണം. മനസ്സിലായില്ലേ? ആക്ഷൻ കൊണ്ടേ ഒരു ലതാർജി മാറ്റാൻ പറ്റുള്ളൂ. ആക്ഷൻ ഇല്ലാതെ പറ്റില്ല. ഉപദേശിച്ചത് കൊണ്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഈ വെക്കേഷനിലൊക്കെ ഉണ്ടല്ലോ, വരാൻ പോകുന്ന വെക്കേഷനിൽ കാലത്തെണീറ്റ് എവിടെ പോണം? അമ്പലത്തിൽ പോയിട്ട് ചുളുവിൽ ഒളിവിൽ തൊഴുതു വരികയാണോ? അല്ല, അങ്ങനെ തൊഴുതിട്ട് യാതൊരു കാര്യമില്ല. എന്ത് ചെയ്യണം? ആദ്യം പ്രദക്ഷിണം വെക്കുമ്പോഴാണ് ഉള്ളിലുള്ള തമോ ഗുണം ക്ലിയർ ആണോ പറയുന്നത്? തമോ ഗുണം എന്താവും? എനർജി കാൺ ബി ക്രിയേറ്റഡ്, ബട്ട് എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ്. ഫിസിക്സ് ആണ് ചെയ്യുന്നത്. ഫിസിക്സ് ട്രെയിൻ ചെയ്യാണ്. എന്താ നോക്കൂ നിങ്ങള്, ഫിസിക്സ് അവിടെ പഠിപ്പിക്കുകയാണ്, ഇവിടെ പരിശീലിക്കുകയാണ് നമ്മള്. ഫിസിക്സ് എക്സ്റ്റേണൽ എനർജിയെ കുറിച്ച് പറയണം, ഇത് ഇന്റേണൽ എനർജിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതല്ലേ ഗ്രേറ്റ്? ആണോ? അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാര് തലകുത്തി മറഞ്ഞിട്ടും ഹിന്ദുമതത്തെ തൊട്ടാൻ പറ്റാത്തത്. കാരണം എഴുതി വെച്ചിരിക്കുന്ന അത്ര പെർഫെക്റ്റ് ആണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഓരോ ശ്ലോകങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നോക്കൂ, നിങ്ങൾക്ക് അതിനോട് ആ റെസ്പെക്ട് വരികയാണോ അല്ലയോ? പറയൂ നിങ്ങൾ. ഇതിന്റെ ആ ഒരു സയൻസ് ഉൾക്കൊള്ളുമ്പം നമുക്ക് മനസ്സിലായി, ഇത്രയും മനുഷ്യനെ ശ്രേഷ്ഠനാക്കുന്ന ഒരു കൃതി പറയൂ ലോകത്തിലില്ല. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ കുട്ടികൾ വളർന്നിരുന്നെങ്കിൽ ലോകത്തിന്റെ നെറുകയിലെത്തുമായിരുന്നു നമ്മുടെ കുട്ടികൾ. പക്ഷെ നമുക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. നമുക്ക് ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന പുസ്തകമാണ് വലുത്. എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ പുസ്തകം എന്നോ മാറ്റി നിൽക്കണം. കണ്ടവൻ എഴുതി വെച്ച പുസ്തകം പഠിക്കലല്ല ജോലി, സ്വയം കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ, അല്ലേ? അവനവന്റെ ഉള്ളിലുള്ള റിസോഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ പറയുന്നതൊന്നും ഒരു പുസ്തകത്തിലുള്ള ഞാൻ ശ്ലോകങ്ങൾ കോട്ട് ചെയ്യുന്നു എന്നല്ലാതെ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ പഠിച്ചതും നമ്മൾ മനസ്സിലാക്കിയത് സാധന ചെയ്യുന്നത് വെച്ച് പറയുകയാണ്. ആണോ അല്ലയോ? അതുകൊണ്ടാണല്ലോ ഓരോ ആചാര്യന്മാരും ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻ പറയുന്നത്. അപ്പൊ അവരവരുടെ സാധന, അവരവരുടെ കൺവിക്ഷൻ, അവരവരുടെ ക്ലാരിറ്റി, അത് ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഉണ്ട്. നിങ്ങളും മെനക്കെട്ടാ നിങ്ങൾക്ക് കിട്ടും. ഇതൊരാൾക്കായിട്ട് തന്നൊന്നുമല്ല, എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? പറയൂ. ആരാ ഇവിടെ മോശക്കാര്? ഇവരാരെങ്കിലും മോശക്കാരാണോ? അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത്, നോ വൺ ഈസ് യൂസ്ലെസ്, ബട്ട് യു